നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? ആ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഠിന പ്രയത്നവും നമ്മൾ ചെയ്യുമല്ലേ? അപ്പം നമ്മളങ്ങനെ കഠിന പ്രയത്നത്തിലൂടെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വിലമതിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യത്തിലും എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി തന്നെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ആച്ചൂട്ടനും ആരൂട്ടനും ഇന്ന് സ്കൂളൊന്നുമില്ല. ഇന്ന് അവരുടെ ഒരു കുഞ്ഞാഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. കുറച്ച് നാളായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മ എനിക്ക് തോട് കാണാൻ പോകണം, തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ തോട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വീട്ടിനടുത്തൊരു തോടുണ്ടായിരുന്നു. അങ്ങനെ തോട് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും വലിയൊരു പാറക്കൂട്ടം കണ്ടു കേട്ടോ. പാറക്കൂട്ടം എന്ന് പറഞ്ഞാൽ നിറയെ വലിയ ഉരുളൻ കല്ലുകളായിരുന്നു. അപ്പോൾ രണ്ടാളെ അതിൻ്റെ മുകളിൽ കയറി ഇരുത്തിച്ചു അമ്മ. അപ്പോൾ പറഞ്ഞു താഴേക്ക് ഇറങ്ങണം, തോട് കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇളകി വന്നു കേട്ടോ രണ്ടാളും. അതിലിടക്ക് നമ്മളൊരു മാവിൻ്റെ കൊമ്പ് കണ്ടു. അതിലിരുന്നിട്ട് ഊഞ്ഞാലാട്ടലാണ് അമ്മ രണ്ടാളെയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി. അച്ചൂട്ടന് ആടിയില്ല കേട്ടോ. അച്ചു പറഞ്ഞു എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ നമ്മളെ തോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ തോട്ടിലെത്തിയിട്ട് ആരൂട്ടൻ വെള്ളത്തിനെ കൊണ്ട് കളിക്കലാണ്. അത്യാവശ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വഴുക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച കളറിൽ ഇങ്ങനെ പൂപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴുതി പോകും. അപ്പം ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നില്ല. അതിന് കരയിലായിട്ട് നമ്മളൊരു താളിൻ്റെ ഇല കണ്ടു കേട്ടോ. ഇതാണ് താളവും ചപ്പ് എന്നാണ് ഇവിടെ പറയുക. ഇതിൻ്റെ ഇലയിൽ വെള്ളം ഇങ്ങനെ തുള്ളി 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 നടക്കും കേട്ടോ. സ്ഥിരമായിട്ട് നിൽക്കില്ല. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് നിൽക്കും. ഞാൻ 2 ഇല പറിച്ചിട്ട് ആച്ചൂട്ടനും ആരൂട്ടനും കൊടുത്തു. എന്നിട്ട് അവർ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് വെള്ളം തുളുമ്പി താഴേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു സൂത്രം എന്ന് പറഞ്ഞിട്ട് ആ ഇല തോട്ടിലേക്ക് ചാടിയിട്ട് അവരിതാ വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. മീൻ പിടിക്കണമെന്ന ആഗ്രഹവുമായി തോട്ടിലേക്ക് വന്ന ഞങ്ങൾ ചമ്മിപ്പോയി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു മീൻ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തോട്ടിൽ നിന്നൊക്കെ നടന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വരികയാണ്. വരുന്ന വഴിക്ക് നമ്മൾ തവരയില കണ്ടു കേട്ടോ. ഞാനിത് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തവരയിലേനെ കൊണ്ട് നിങ്ങൾ ഉപ്പേരിയൊക്കെ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പിറ്റേ ദിവസത്തേക്ക് ഉപ്പേരി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തവരേൻ്റെ ഇല കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു, കുറച്ച് കൂട്ടുകാരെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണിച്ചു. അപ്പോൾ ഞാനിത് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത ഒരു ഓർമ്മയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ ഇതിനെ കൊണ്ട് ഇതിൻ്റെ അറ്റത്തോട്ട് നമ്മൾ നടുക്കൂട്ടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തൊട്ടാവാടീൻ്റെ തൊട്ടാവാടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ല് കിട്ടും. ആ ജെല്ല് ഇത് തൊട്ടാവാടി അല്ല കേട്ടോ. ഇത് തൊട്ടാവാടി എന്ന് വെച്ചിട്ട് ഞാൻ തൊട്ടത്, പക്ഷേ അതൊന്നിട്ടും വാടുന്നുണ്ടായില്ല. ഇത് തൊട്ടാവാടിയാണ് കേട്ടോ. അപ്പോൾ ഈ തൊട്ടാവാടീൻ്റെ ജെല്ലുണ്ടാവും. ഇതുപോലെ മുകളിലത്തെ ആ ഒരു ജെല്ല് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ മുകളിൽ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ബലൂണൊക്കെ ഊതൂലേ ആ ഒരു സ്പീഡില്ലെങ്കിൽ നോർമൽ ആ ഒരു സ്പീഡിൽ ഊതിയാൽ ബബിൾസ് ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആച്ചൂട്ടനും ആരൂട്ടനും ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ ആച്ചൂട്ടനും ആരൂട്ടനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് നമ്മളുടെ പിറ്റേ ദിവസത്തെ വീടാണ് കേട്ടോ. അപ്പോൾ അതിന് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോർണിംഗ് ഇവരുടെ കുറച്ച് മോർണിംഗ് കാര്യം കൂടി ചെറിയൊരു മോർണിംഗ് ബ്ലോഗ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ അച്ചു അരൂട്ടനും രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളുടെയും ഫേവറേറ്റ് ആണ്. ഞാൻ അധിക വീഡിയോയിലും പറയുന്നുണ്ട്, രണ്ടാളുടെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് സാമ്പാറാണ്. ഇഡ്ഡലി ഉണ്ടെങ്കിൽ പിന്നെ ബേഷായി, വേറൊന്നും വേണ്ട അവർക്ക്. ഇഡ്ഡലി സാമ്പാറും എന്താ പറയുക വഴക്കൊന്നും ഇല്ലാതെ സമാധാനത്തിലിരുന്ന് രണ്ടാളും കഴിക്കും. അവരുടെ ഫേവറേറ്റ് ആണത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് അങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആക്കി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിടക്ക് അമ്മ നമ്മൾ ഈ തലേ ദിവസം പറിച്ചുകൊണ്ട് വന്നില്ലേ തവരയില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പയറിൻ്റെ ഇലയും അതിൻ്റെ കൂടെ ഒരു 2-3 കുമ്പളത്തിൻ്റെ ഇലയും കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപ്പേരിയും അതുപോലെ തന്നെ സാമ്പാറുമാണ് ഇന്ന് ആച്ചൂട്ടിൻ്റെ ആരൂട്ടൻ്റെയും ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഇല നമ്മൾ ഉപ്പേരി ആക്കിയാൽ കഴിക്കൽ വളരെ കുറവാണ്. പക്ഷേങ്കിൽ ഞാനിങ്ങനെ പറയും കണ്ണിനൊക്കെ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് അവരുടെ മിസ്സിനെ വിളിച്ചു ചോദിച്ചാൽ പറയും ടിഫിൻ ബോക്സ് കാലിയാക്കിയതിന് ശേഷം മാത്രമേ കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ വിടാറുള്ളൂ. അതുകൊണ്ട് ഇല കഴിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ഇന്ന് അവർക്ക് ടിഫിനിൽ വെക്കുന്നത്, ലഞ്ചിൽ വെക്കുന്നത് എലിയുപ്പേരിയാണ്. അപ്പോൾ അങ്ങനെ അമ്മ കട്ട് ചെയ്തതാ മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എലിയുപ്പേരി ആവുമല്ലോ. അപ്പോഴേക്കും ഞാൻ രണ്ടാളെയും അമ്മ ആക്കുന്ന സമയം കൊണ്ട് ഞാൻ രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ എലിയുപ്പേരിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സാമ്പാറും എലിയുപ്പേരിയും അതുപോലെ തന്നെ ചെറിയൊരു കുക്കുംബർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുക്കുംബർ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും. അതുകൊണ്ട് സാലഡ് രൂപത്തിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ മുറിച്ച് വെച്ചെന്നേ ഉള്ളൂ.
അതുപോലെ നമ്മളെ സ്നാക്ക് ബോക്സിന് ഞാനിന്ന് ഫ്രൂട്ടാണ് വെച്ചത്. ആപ്പിളും അതുപോലെ തന്നെ പേരയ്ക്കയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഒരു ബോക്സ് ആച്ചൂനും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും ലഞ്ച് ബോക്സ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് ഇന്നലെ എന്തോ എടുത്ത് കളിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ അതായത് അമർത്തുന്ന ആ ഒരു പിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ബോക്സ് ഒരാളത് ആച്ചൂട്ടൻ്റെ പോയിട്ടുണ്ടായത്. അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ഒരു സ്നാക്ക് ബോക്സാണ് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടാളും റെഡിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് അച്ചു പറഞ്ഞു ഞാനൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരൂട്ടൻ ഇതാ ഒരു കഷ്ണം കുക്കുംബർ ഉണ്ടായിരുന്നു, ആ കുക്കുംബറും കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്കൂൾ ബസ്സിന് വെയിറ്റിംഗ് ആണ് കേട്ടോ, കട്ട വെയിറ്റിംഗ് ആണ് രണ്ടാളും. അങ്ങനെ നമ്മൾ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി, ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ബാഗും ബുക്കും ഒക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ് കേട്ടോ രണ്ടാളും. അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി രണ്ടാളും റെഡിയായി. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.